നമസ്കാരം. CPM എന്തുകൊണ്ടാണ് വൈകി ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? SIR ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ അവിടെ തുടങ്ങുന്നു, ഇവിടെ തുടങ്ങുന്നു. പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ വിരമിച്ചു പോകുന്നുണ്ട്. അവരെ ലീവിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അതിനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാ. അവർ ലീവ് ആവശ്യത്തിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ലീവിലേക്ക് പോകും. അങ്ങനെ ഒരു ലീവ് അനുവദിക്കില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ വിരമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് തന്നെ നിയമനം നടത്തും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്തേ ഈ സർക്കാർ ഇത്രയും വൈകിയത്? നമുക്ക് തോന്നും ഈ കേരളത്തിലെ വോട്ടർമാർ വോട്ട് നഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഇപ്പോ പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയൊരു ഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്ന കാര്യത്തിൽ തീർച്ചയാണ്. അപ്പോ ഈ ഒരു വൈകിയ വേളയിൽ ഇവർ ഇറങ്ങുന്നത് അത്തരത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കുമുള്ള വോട്ട് നഷ്ടപ്പെടുന്നത് തടഞ്ഞുകൊണ്ട് SIR കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളിൽ അർഹരായ മുഴുവൻ ആൾക്കാരും ഉൾപ്പെടണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് FIR ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിതേ ഹെൽപ്പ് ലൈൻ തുടങ്ങുന്നു എന്ന മട്ടിലാണ് പ്രചരണം. എന്നാൽ വാസ്തവം എന്താണ്? നമുക്കറിയാം, ഇവിടെ ഈ സർക്കാർ ആകെ പ്രതികരിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്. ആ സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ കൊടുക്കണം, ഇലക്ഷൻ പ്രവർത്തനം നടക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അതായത് എന്യൂമറേഷൻ ഫോം ഫില്ലിങ്ങും മറ്റു കാര്യങ്ങളുമായി നടത്തി കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് SIR പ്രവൃത്തി തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റിവെക്കണം, കേരളത്തിൽ മാറ്റിവെക്കണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വോട്ടർമാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടും എന്ന് സർക്കാരിന് ഭയമുണ്ടായിരുന്നെങ്കിൽ അന്നാണ് തോന്നേണ്ടിയിരുന്നത്. കാരണം SIR ഒരു തരത്തിലും മാറ്റിവെക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് അതിൽ പ്രക്രിയ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ശരിക്കും ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്നത്. കാരണം SIR ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്ക ഏത് കാലത്തായിരുന്നു? ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പാണ്. അതായത് SIR വരുന്നു, 2002 നടന്നതിന് ശേഷം അടുത്ത SIR 2025 നടക്കാൻ പോകുന്നു, 2026 ലിസ്റ്റിൽ ഇപ്പോഴാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇത് പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടതാണോ, ഹിഡനായി പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവിടെ അർഹതയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള കുറെ പൗരന്മാർ അത് വിഭാഗീയത തിരിച്ചിട്ടോ എങ്ങനെ തിരിച്ചിട്ടോ ആരായാലും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ടാണോ എന്ന തരത്തിലുള്ള ആശങ്കകൾ പടർന്ന് പന്തലിച്ച് അത് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടുത്തി പോലെ കിടന്ന സമയത്ത് ഒരു തരത്തിലും ഒരു കുലുക്കവും ഈ സർക്കാരിന് ഉണ്ടായില്ല. ആ സമയത്ത് ജനങ്ങളുടെ ആശങ്ക തീർക്കാൻ അവർ ഇറങ്ങിയില്ല. ഒരു തരത്തിലുള്ള ഹെൽപ്പ് ലൈനുകളും അന്ന് ആരംഭിച്ചില്ല. ഇന്ന് ഈ വൈകിയ വേളയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ ഇവിടെ ഇപ്പോ നടപ്പിലാകുന്നത് അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ വസ്തുത എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൽ LDFന് അമ്പേ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. 10 വർഷത്തെ അവരുടെ കേരള ഭരണം ഏത് വിധത്തിലായിരുന്നു, എങ്ങനെയാണ് ജനം അതിനെ ഉൾക്കൊണ്ടത്, ജനങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത് എന്നതിന്റെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് കൊടുത്തത്. അപ്പോ ഇനി വരുന്ന ഏതാനും തുച്ഛമായ മാസങ്ങൾ, അധികമൊന്നുമില്ല, തുച്ഛമായ ആഴ്ചകൾ എന്ന് പറയുന്നതാണ് ശരി. ഈ ആഴ്ചകളിലുള്ള ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് ഞങ്ങളൊരു നല്ല ഗവൺമെന്റ് ആയിരുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് ആ ഭരണത്തിന്റെ മികവുകൾ എടുത്തു കാണിച്ചുകൊണ്ട് ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഈ സർക്കാരിന് കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ജനപിന്തുണ കുറഞ്ഞ കാലഘട്ടമാണിത്. അതായത് തൊട്ടതെല്ലാം പഴക്കുകയാണ്. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് തൊട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ടിട്ടോ അത് പഴച്ചു, ഷാഫി പറമ്പലിനെ തൊട്ടു പഴച്ചു, തൊടുന്നത് മുഴുവൻ പഴച്ചു. അവർ പ്രതീക്ഷിച്ച് അതല്ല കാര്യങ്ങൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം, അതല്ലെങ്കിൽ വിലങ്ങ് വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കാം എന്നൊക്കെ കരുതിയിരുന്നു. അതൊക്കെ നടന്നില്ല. ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ കേസ് എടുത്തിട്ടും ഇങ്ങനെയൊക്കെ പോലീസ് വലവീശിയിട്ടും എത്രയൊക്കെ പ്രചരണങ്ങൾ നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണ, ജനപിന്തുണ 1 ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല എന്നത് തന്നെ മതി ഈ സർക്കാരിന്റെ നിലപാടാണോ മറ്റുള്ളവരുടെ നിലപാടാണോ ജനം അംഗീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടൊരു ഭരണം, നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഇനിയുള്ള ആഴ്ചകളിൽ ഒരു നല്ല ഗവൺമെന്റായി മാറാൻ കഴിയുന്നില്ല. കൊള്ളയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. അവസാനത്തെ കൊള്ള നമുക്കറിയാമല്ലോ, ഇവിടെ ശബരിമലയിൽ നടന്നിട്ടുള്ള പെരുംകൊള്ള. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയൊരു കൊള്ള അവിടെ നടന്നിരുന്നു എന്നത് പച്ചയ്ക്ക് എല്ലാവർക്കും അറിയാം. ആരൊക്കെയാണ് അതിന് പിന്നിൽ, ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്, അങ്ങനെ ജയിലിൽ കിടക്കുന്ന കള്ളന്മാർക്കെതിരെ എന്തെല്ലാം നടപടികളാണ് ഈ സർക്കാരും CPM എടുത്തത്, ഇതൊക്കെ അറിയാം. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കിക്കൊണ്ടുവന്നിട്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം പൊക്കിക്കൊണ്ടുവന്നത് കൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ട്
അതിനെ അതിജീവിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഈ ശബരിമലയും അവരുടെ ഭരണപരാജയത്തെയും ഒക്കെ മറികടക്കാനുള്ള ശ്രമമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു, അത്രേ ഉള്ളൂ. അത്തരത്തിൽ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഭരണ നേട്ടം കൊണ്ട് ഈ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ കുറുക്കു വഴിയിൽ വിജയിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. അങ്ങനെ കുറുക്കു വഴിയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ SIR ആണ് ഇനി അവസാനത്തെ കടമ്പ. അതുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു വൈകിയ വേളയിൽ കുറെ ഹെൽപ്പ് ലൈനും മറ്റു കാര്യങ്ങളും വെക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ SIR ലിസ്റ്റിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പിന്നോക്ക വിഭാഗങ്ങളിൽ രേഖകളില്ലാത്ത ദളിത് വിഭാഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങൾ കുറെ ഉണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, ദളിത് വിഭാഗങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന, രേഖകൾ ഇല്ലാത്ത, സംഘടിപ്പിക്കാൻ അറിയാത്ത, ഒന്നും പറഞ്ഞു കൊടുക്കാത്ത, കേവലം വോട്ട് കുത്താൻ മാത്രം അറിയുന്ന, ഇന്ന ചിഹ്നത്തിൽ കുത്തുന്നതാണ് വോട്ട് എന്ന് മാത്രം അറിയാവുന്ന, കാരണം അവർ ചെന്ന് പറഞ്ഞു കൊടുക്കും ഇന്നതിൽ കുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി വെക്കുന്നത്, അതിൽ കൊണ്ടൊന്ന് കുത്തിയാലേ വോട്ടാവൂ, അതുകൊണ്ട് അതിൽ തന്നെ കുത്തണം. അത് ഏത് പാർട്ടിയാണെന്നോ ആരാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നോ ഒന്നും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെല്ലുക, അതിൽ കുത്തുക, അതിനാണ് 100 രൂപയും കുപ്പിയും തന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ ഒരു 5 കിലോ അരിയും 2 കിലോ പച്ചക്കറിയും തരുന്നത് എന്നവർ കരുതുകയാണ്. അവർക്ക് അതാണ് വലുത്. അത്തരത്തിലുള്ള സാധുക്കളായ ആൾക്കാരെ പറ്റിക്കാൻ അവർക്ക് എളുപ്പമാണ്. എന്നാൽ ഈ SIR കാലത്ത് അങ്ങനെ നോക്കിയിരുന്നാൽ പറ്റില്ലല്ലോ. കാരണം ഇവിടെ UDF ആണ് വിജയിച്ച് നിൽക്കുന്നത്. 10 വർഷത്തെ ഭരണശേഷം UDF തകർപ്പം വിജയം നേടിയപ്പോ BJP അതിലേറെ വലിയ ഒരു അടി CPM-ന് കൊടുത്തു കഴിഞ്ഞപ്പോ, പ്രത്യേകിച്ച് തിരുവനന്തപുരമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി. കാരണം കൈവെള്ളയിലിട്ട് താലോലിച്ചു കൊണ്ട് നടന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ഈസിയായി BJP-യുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. അത് മാത്രമല്ല, ഇനിയിപ്പോ നിയമം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മൊത്തം കണക്കെടുക്കുമ്പോൾ നേമത്ത് BJP വിജയിക്കുമെന്നൊരു അവസ്ഥയിലെത്തി, രാജീവ് ചന്ദ്രശേഖരോട് മത്സരിക്കുമെന്നുള്ള നിലയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ആയിക്കോട്ടെ, അതെന്ത് തന്നെ ആയിരുന്നാലും അത് രാഷ്ട്രീയമാണ്. പക്ഷെ ഇവിടെ UDF-ന് ഒരു വലിയ വിജയം നേടിയ നിലയ്ക്ക് ഇനി ഇവിടെ ഏക മാർഗം ഒരു ഭരണ നേട്ടമല്ല, അല്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് പിടിക്കലല്ല, കിറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ അതിനുള്ള സാമ്പത്തികവുമില്ല. മാത്രമല്ല, ഇത്രയും പ്രതികൂല കാലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രതികൂലമാവാനാണ് സാധ്യത. അപ്പൊ പിന്നെ എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോ അവരുടെ പെരട്ട് ബുദ്ധിയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് ഈ പറഞ്ഞ ഹെൽപ്പ് ലൈൻ എന്ന് വേണം കരുതാൻ. കാരണം ഇവിടെയുള്ള പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള കുറെ ആൾക്കാർ UDF-ന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, ദളിത് വിഭാഗങ്ങളിലുള്ള വലിയൊരു ഭാഗമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരം വ്യക്തികളെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക, ഏത് വിധേനയും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുക. UDF അനുകൂല വോട്ടുകൾ പല ബൂത്തുകളും പല മേഖലകളിലും ചെറിയ വോട്ടുകൾക്കാണ് ഓരോ ബൂത്തുകളും UDF ജയിച്ചു കയറിയിട്ടുള്ളത്. അവിടെ UDF അനുകൂല വോട്ടുകൾ ചിലതൊക്കെ പുറത്താക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗത്തിനെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള BLO-മാരുടെയും അതുപോലെ പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ഒത്താശയിൽ ഇതുപോലെ ഹെൽപ്പ് ഡെസ്ക് തുറന്നു വെച്ചുകൊണ്ട് അവർ നല്ലൊരു കളി കളിക്കുകയാണെങ്കിൽ, പണ്ട് ടെക്ടോക്കിൽ വാക്സിനെ കുറിച്ച് ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ ഒരു കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും എന്ന് കരുതിക്കൊണ്ട് ഒരു കുറുക്ക് ചാട്ടത്തിന് എടുത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് കൊണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിന്റെ പിന്നിൽ അജണ്ട വേറെയാണ്. UDF-ന്റെ കുറെ വോട്ടുകൾ നശിപ്പിക്കണം. UDF-ന്റെ കുറെ വോട്ടുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അങ്ങനെ LDF-ന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി കിട്ടും. ഒരു തുടർ ഭരണം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് നടക്കുമെന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോ ഈ അധികാരത്തിൽ ഏറേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, കാരണം അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം അകത്തു പോകും. അത് അവർക്ക് തന്നെ അറിയാം. UDF-ന്റെ കയ്യിലും കാരണം അധികാരം വന്നാൽ, അതല്ലെങ്കിൽ BJP-ക്ക് ഒരു ഭരണ സ്വാധീനമല്ലോ ലഭിച്ചു കഴിഞ്ഞാൽ CPM നേതാക്കളുടെ കാര്യം കട്ടപ്പുകയാവും എന്നവർക്കറിയാം. അതുകൊണ്ട് ഒരു ഭരണ തുടർച്ച അവർക്ക് ആവശ്യമാണ്. അതല്ലാതെ മറ്റൊരു മാർഗവും ഇപ്പോ ഇല്ല. ആ കാരണം കൊണ്ട് തന്നെ അവർ ഏതു വിധേനയും ജയിച്ചു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം ഇത്തരത്തിലൊരു തട്ടിപ്പ് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ജനം ആശങ്കപ്പെട്ടിരുന്ന തുടക്കകാലമുണ്ട്. SIR-ന്റെ തുടക്കകാലം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാതെ ഇലക്ഷൻ കമ്മീഷൻ പോലും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തായിരിക്കണമായിരുന്നു ഹെൽപ്പ് ലൈൻ ഈ പാർട്ടി നടത്തേണ്ടിയിരുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാര്യങ്ങളില്ല, അല്ലെങ്കിൽ മറ്റാശങ്കൾ യാതൊന്നുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം അവിടെ വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് തന്നെ നടന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ അന്നായിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇപ്പോ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്, ഇത് SIR-ലൂടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ, അതിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗത്തിനെ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിനെ, ദളിതുകളെ SIR-ന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് UDF-ന്റെ വോട്ടുകൾ എത്രത്തോളം ഈ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള എത്ര പേരുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ സാധിക്കുമോ അന്ന് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നതാണ് UDF നേതൃത്വം തിരിച്ചറിയേണ്ടത്. UDF ഇപ്പോഴും SIR-ന്റെ കാര്യത്തിൽ ഉണർന്നിട്ടില്ല. ആകെ ഉണർന്നിട്ടുള്ളത് മുസ്ലിം ലീഗാണ്, പിന്നെ BJP. അവർ രണ്ടുപേരും അവരുടേതായ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലയ്ക്കിരുത്താനും
അതുപോലെ മറ്റുള്ളവരെ മൂലക്കിരുത്താനും വേണ്ടി സ്വന്തം സീറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അവസാനം LDF ഭരണം പിടിക്കുകയും UDFിലെ കടക്കാരന്മാർ മൂലകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷ നേതൃത്വം അറിഞ്ഞു കളിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇവിടുത്തെ UDFിലെ കടക്കാരന്മാർക്കില്ല എന്നുള്ളത് ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.